ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് കറി ഉണ്ടാക്കിയാലോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പൊ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 5 വലിയ വെളുത്തുള്ളിയോളം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതാണ്. അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അതിലെ പച്ചമുളകിന്റെ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, കുരുവൊക്കെ, അത് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ അതുകൂടെ കളഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്തുള്ള എരിവ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാളയുടെ പകുതിയോളം എടുത്ത് അതും ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതായത് ഒരുപാട് അത് വഴണ്ടങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിൽ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ, അതായത് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 മുതൽ 3 വരെ സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 2 സ്ലൈസ് ചീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 3 വരെ മാക്സിമം ചേർക്കാവുന്നതാണ്. അപ്പം 2 ചീസിൻ്റെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഈ സമയത്ത് തീ ഒന്ന് ലോയിലോട്ടാക്കി വെക്കും. അപ്പം അത്തരത്തിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചീസ് ഒന്ന് മെൽറ്റായി വന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം കുരുമുളക് പൊടി ഉപ്പും എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ സോസ് ഇവിടെ റെഡി ആയി കിട്ടുന്നതായിരിക്കും. അപ്പം അതിൽ സോസ് ഒന്ന് റെഡി ആയി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ സോസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം അതിന് ശേഷം നമുക്ക് ആ ഒരു പാനിലോട്ട് തന്നെ വീണ്ടും കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം പാത്രത്തിന്റെ എല്ലായിടവും ഒന്ന് ചുറ്റിച്ചെടുക്കുക. അത്തരത്തിൽ ബട്ടർ എല്ലായിടവും ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 3 മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിന്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പൊ അത്തരത്തിൽ കുറച്ച് ഉപ്പിട്ടും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് മുട്ട ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ഇളക്കിയൊന്നും വേണ്ട, ഇളക്കി അങ്ങ് നശിപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാത്ത രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഏതായിട്ടുള്ളൊരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.